നമസ്കാരം. പതിരും കതിരും. കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി, കാട്ടുപോത്തിനെന്ത് ഏത്തവാഴ. ഇങ്ങനെ ചോദിക്കും പോലെയാണ് ഇപ്പോഴത്തെ കമ്മികളുടെ അവസ്ഥ. UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് വന്നതോടെ ഇവർക്ക് തലപ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. കരുതൽ കൊണ്ടെഴുതിയ ബജറ്റ്, യാഥാർത്ഥ്യബോധമുള്ള വികസന പദ്ധതികൾ എന്നിങ്ങനെയൊക്കെ മാധ്യമങ്ങൾ പുകഴ്ത്താൻ തുടങ്ങിയതോടെ നിൽപ്പും നിലയുമില്ലാത്ത അവസ്ഥയാണ് ഇവർക്ക്. വ്യക്തമായ പദ്ധതികളിലൂന്നുന്ന ഈ ബജറ്റ് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കാനുള്ള ശ്രമമാണ്. പുതുക്കിയ ബജറ്റ് പുതിയ കേരളം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ കമ്മികൾ അസ്വസ്ഥരാകും. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തുടങ്ങിവെച്ച വിഴിഞ്ഞം എയർപോർട്ട് പോലെ സ്വപ്ന പദ്ധതിയായി മിഷൻ സമുദ്ര വരുന്നെന്ന് കേട്ടപ്പോൾ ഇനി എന്തു ചെയ്യും മല്ലയ്യ എന്നായി ഭാവവും പടുതിയും. വയോജനങ്ങൾ മുതൽ യുവതലമുറ വരെ, സിനിമയും സാഹിത്യവും മുതൽ ആരോഗ്യവും ടൂറിസവും കൃഷിയും വരെ, അങ്ങനെ ഓരോ മേഖലയും പരിലാളിക്കപ്പെടുന്ന ബജറ്റ് സർവ്വതല സ്പർശിയാണെന്നതിന് യാതൊരു സംശയവുമില്ല. പ്രഖ്യാപിച്ച പല പദ്ധതികളും നിരുത്തരവാദിത്വം കൊണ്ടും അലസത കൊണ്ടും പെരുവഴിയിലാകുന്ന കീഴ്വഴക്കമാണ് കഴിഞ്ഞ 10 വർഷമായി നമ്മൾ കണ്ടതൊക്കെ. ആസൂത്രണത്തിന് തിങ്ക് ടാങ്ക് വരുന്നു എന്ന് കേട്ടപ്പോഴേ പ്രതിപക്ഷ നേതാവിന് ഊപ്പാടിളകി. സംസ്ഥാന ആസൂത്രണ ബോർഡിനെ പരമ്പരാഗതമായ പ്രവർത്തന ശൈലിയിൽ നിന്നും മാറ്റി ചിന്താ കേന്ദ്രമാക്കുന്നതാണ് ഈ പരിപാടി. അയ്യോ, ഞങ്ങളുടെ ആസൂത്രണ ബോർഡിനെ തകർക്കാൻ പോകുന്നേ, ഞങ്ങളുടെ കിഫ്ബിയെ ഇല്ലായ്മ ചെയ്യാൻ പോകുന്നേ എന്നൊക്കെയായി കരച്ചിൽ. കിഫ്ബി ഇല്ലാതായാൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം പെരുവഴിയിലാകും. എത്ര എണ്ണത്തിനെയാണ് അവിടെ തിരികെ കയറ്റി ചെല്ലും ചെലവും കൊടുത്ത് വെറുതെ ഇരുത്തിയിരിക്കുന്നത്. കട്ടുമുടിക്കാൻ ഒരു പ്രസ്ഥാനമാണത്. കിഫ്ബിയെ മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ ഉഡായിപ്പുകളിലൊന്നായ പദ്ധതികളെയും അവഗണിച്ചാണ് പുതിയ സർക്കാർ ബജറ്റ് അവതരിപ്പിച്ചത്. പിന്നാക്ക വിഭാഗത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് 77.91 കോടി, മുന്നോക്കക്കാർക്ക് 31 കോടി. VD സതീശൻ ആദ്യമായി അവതരിപ്പിച്ച ബജറ്റ് ലളിതവും പ്രൊഫഷണലുമായിരുന്നു. പതിവ് ബഹളങ്ങളൊന്നും ഉണ്ടായില്ല. പ്രാതലിലെ വിഭവങ്ങളുടെ വിവരണങ്ങളൊന്നും തന്നെ നമ്മൾ ചാനലുകളിലൂടെ കേട്ടില്ല. കുടുംബങ്ങളുടെ അകമ്പടിയില്ല. ക്യാമറകൾക്ക് മുൻപിലെ പതിവ് പ്രതികരണങ്ങളും ഉണ്ടായില്ല. തികച്ചും പ്രൊഫഷണൽ. മാണിസാർ ബജറ്റ് അവതരിപ്പിക്കണമെങ്കിൽ കുട്ടിയമ്മ പെട്ടിയെടുത്ത് കയ്യിൽ കൊടുക്കണമായിരുന്നു. ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. കയറുപിരി ശാസ്ത്രജ്ഞൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴൊക്കെ എന്തൊരു സാഹിത്യമായിരുന്നു. 4-5 വിപ്ലവ കവികളുടെ കവിതയെങ്കിലും അതിൽ എഴുതി വായിച്ചില്ലെങ്കിൽ പുള്ളിക്ക് തൃപ്തി പോരായിരുന്നു. ഉടൻ അടി തുടങ്ങും അവിടെ ഇരിക്കുന്നവർ. മണിക്കൂറുകളെടുത്ത് ദീർഘമായ പ്രസംഗ പരിപാടികൾ, 4 തവണ വെള്ളം കൂടി. ഇതാ അതൊന്നും ഉണ്ടായില്ല. വായനാ ദിനത്തിൽ അവതരിപ്പിച്ച കന്നി ബജറ്റിൽ മികച്ച വായനക്കാരനായ സതീശൻ 2 വരി കവിതയെങ്കിലും കുത്തിച്ചെലുത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതില്ലാതെ പോയി. പകരം വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ വരികളാണ് മുഖ്യമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ ചേർത്തത്. മുൻഗാമികളായ ധനമന്ത്രിമാർ ബജറ്റ് അവതരണത്തിന് ഇറങ്ങുമ്പോൾ കുടുംബാംഗങ്ങളെ ഒപ്പം കൂട്ടുന്ന പതിവുണ്ടായിരുന്നു. സതീശൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായില്ല. ഈ ബജറ്റിലെ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്നാണ് കയറുപിരി ശാസ്ത്രജ്ഞൻ്റെ പരിഹാസം. അങ്ങല്ലേ പറഞ്ഞത് പണമൊന്നൊരു പ്രശ്നമല്ല, എത്ര കോടി വേണമെന്ന് പറഞ്ഞാൽ മതി, റിസർവ് ബാങ്ക് അത് അടിച്ച് കയ്യിൽ തരുമെന്ന്. ആ ഒരു പ്രതീക്ഷയിലായിരിക്കാം സതീശനും. മറ്റൊരു സാമ്പത്തിക വിദഗ്ധനായ KN ബാലഗോപാലിന് ഒറ്റ സംശയമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നിങ്ങൾ കേന്ദ്രത്തെപ്പറ്റി ഒരു വരി പോലും കുറ്റം പറയാതിരുന്നത്? കേന്ദ്രത്തെ കുറ്റം പറയാനുള്ള സാധനമാണോ മിസ്റ്റർ ബാലഗോപാല ബജറ്റ്? എല്ലാ കുടുംബങ്ങൾക്കുമായി 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതിനായി നീക്കി വച്ചിരിക്കുന്നത് 10 കോടി രൂപയാണ്. കമ്മികളിലെ ഗണിതശാസ്ത്രജ്ഞന്മാർ ഗുണിച്ചും ഹരിച്ചും വന്നപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ 2 രൂപ 85 പൈസ മാത്രമേ കിട്ടൂ. ഈ 10 കോടി രൂപ പദ്ധതിയുമായി ബന്ധപ്പെട്ട DPR ഉണ്ടാക്കാനാണെന്ന് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ ഈ പരിഹാസമെന്നറിയില്ല. ഇതേ ചോദ്യം മാധ്യമ പ്രവർത്തകരാരോ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി വിശദമായി അത് പറയുകയും ചെയ്തു. DPR തയ്യാറാക്കിയാൽ മാത്രമേ ഓരോ കുടുംബത്തിനും എത്ര രൂപ മാറ്റിവെക്കണമെന്ന് അറിയാൻ കഴിയൂ. സമ്പന്നരാണെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പ്രീമിയം അടയ്ക്കേണ്ടി വരും. പാവങ്ങൾക്ക് അതും വേണ്ട. ലോകസമാധാനത്തിനും തുർക്കിയുടെ ദാരിദ്ര്യം നീക്കാനുമൊക്കെ ബജറ്റിൽ കോടികൾ നീക്കിവെച്ച് മനുഷ്യരെ കബളിപ്പിക്കുന്നവരാണ് ഇടത് സർക്കാരുകൾ. പക്ഷേ സലിംകുമാറിന് എന്തിനാണ് സ്മാരകത്തിനായി 1 കോടി കൊടുക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. സലിംകുമാർ കോൺഗ്രസ്സുകാരനാണല്ലോ. സ്വന്തമായി നോട്ടെണ്ണുന്ന യന്ത്രം വീട്ടിലുള്ള ഇവർ കോഴമാണി എന്ന് വിളിച്ച് ആക്ഷേപിച്ച മാണിക്ക് സ്മാരകം നിർമ്മിക്കാൻ 25 കോടി രൂപ നീക്കിവെച്ച പുള്ളികളാണ് ഈ പറയുന്നത്. കഴിഞ്ഞ 10 വർഷം കേരളീയവും മാനവീയവും ലോക കേരള സഭയും നടത്തി ധൂർത്തടിച്ചത് എത്ര കോടികളാണ് കമ്മികളെ.
അതൊക്കെ മിച്ചം പിടിച്ചിരുന്നെങ്കിൽ പാവങ്ങൾക്ക് എത്ര വീട് പണിയാമായിരുന്നു. നിങ്ങൾ നടത്തിയ ഓരോ കോൺക്ലേവിനും എത്ര കോടികൾ ചെലവായി. നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനായി ഏകജാലകം തുടങ്ങിയിട്ടുണ്ട് സഖാക്കളെ. അന്ന് പിണറായി വിജയൻ പറഞ്ഞ ആ 3500 കോടി നിക്ഷേപിക്കാൻ വന്ന പുള്ളിയെ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വിടണേ സഖാക്കളെ. അയ്യോ, ആ പാവം അജ്ഞാതനായ ലോക മുതലാളി ഭരണം മാറിയതറിഞ്ഞ് സ്ഥലം വിട്ട് കാണും.